നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതെവിടെ നിന്നാണ്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് ഷൈനികൃഷ് ടാരോറ്റ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ അതിനായിട്ട് 3 കാർഡ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ചിലർക്ക് ഇവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിലേഷൻസിനെയും കുറിക്കുന്നതാണ്. ചിലർക്ക് നല്ല റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്ക്, നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങിയതാവാം. അതൊരു കരിയർ, ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്തോ ആവാം. അവിടെ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുകയും അതിനുവേണ്ടി ഒരുപാട് നിങ്ങൾ എഫേർട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിൽ സക്സസ് ആവണം. ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും എഫർട്ട് ഇടുന്നുണ്ട്. ആത്മാർത്ഥമായി ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ എഫർട്ട് ഇടുന്നുണ്ട്. ജോലിയിലാണെങ്കിലും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇപ്പം നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നാണ് ദൃഷ്ടിദോഷം വന്നിരിക്കുന്നത്. ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അത്രയും ഒരു നല്ല രീതിയിൽ സ്നേഹത്തോടെ പോകുന്നത് കണ്ട് അവിടെ നിന്ന് ചിലർക്ക് ദൃഷ്ടിദോഷം വന്നു എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം അത്രയും ജോലിയിലാണെങ്കിലും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും എഫേർട്ട് ഇടുമ്പോൾ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ നല്ല ലെവലിൽ എത്തിച്ചേരുമെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങളൊരു ഹൈ ലെവലിൽ എത്തിച്ചേരും ഇവർ, അങ്ങനെ ഒരു ചിന്തിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു നിങ്ങൾക്ക് ദൃഷ്ടിദോഷം വന്നിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി ഫാമിലി കൂടെയാണ്. അതായത് നല്ല രീതിയിലുള്ള നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പാണ് കിട്ടിയതെങ്കിൽ പോലും അത് മുഖേന നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി, ഹാപ്പി ലൈഫ്, എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിലൊരു ഹാപ്പി ഫാമിലി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചും നോക്കിയും കൂടെയാണ് നിങ്ങൾക്ക് ദൃഷ്ടിദോഷം വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.